എന്റെ ഈശ്വരാ, ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് നിൽക്കും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. വന്ന സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നീ പറഞ്ഞ കറക്റ്റാ ഭാമൻ. എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അരിക്ക് വില കൂടുന്നു, പച്ചക്കറിക്ക് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു. നീ പറഞ്ഞ ശരിയാ. ഇങ്ങനെ പോയാ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതാവും. ഞാൻ പറഞ്ഞതേ അരിയുടെയും പച്ചക്കറിയുടെയും വില കൂടുന്ന കാര്യമല്ല, സ്വർണത്തിന് വില കൂടുന്ന കാര്യ. സ്വർണത്തിന് വില കൂടിയ നിനക്കല്ല. സ്വർണം ഒരു അത്യാവശ്യ വസ്തു അല്ലല്ലോ. അല്ലെന്ന് ആര് പറഞ്ഞു? ദേ, എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട. പക്ഷേ ഒരനീതിയുണ്ട്, മോഹനേട്ടന്. അവളെ എങ്ങനെ കെട്ടിച്ചുവിടും? കെട്ടാനൊരു ചെറുക്കനല്ലേ വേണ്ടു, സ്വർണ്ണമല്ലല്ലോ. ആഹാ, എന്ത് മനോഹരമായ ന്യായം. താലി കെട്ടാൻ ഒരു ചെറുക്കനും കഴുത്ത് നീട്ടി കൊടുക്കാൻ ഒരു പെണ്ണും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമോ മോനേട്ടാ? ദേ, ഏതവൻ വന്നാലും ചോദിക്കും നിങ്ങൾ പെണ്ണിന് എന്ത് കൊടുക്കുമെന്ന്. അവർക്ക് ആവശ്യമുള്ള കാശും പൊന്നുവേ അവര് കണക്ക് പറഞ്ഞു വാങ്ങും. എന്റെ കയ്യിൽ ആ കാശ് വാങ്ങി തന്നെ. ഭാമേ, ഞാൻ ഒരാശയത്തിൽ വിശ്വസിക്കുന്ന ആളാ. നിന്നെ കല്യാണം കഴിച്ചപ്പോ 10 പൈസ സ്ത്രീധനം വാങ്ങും ഞാൻ. നിനക്കെത്ര സ്വർണ്ണമുണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അതുപോലെ എന്റെ അനിയത്തെ കെട്ടാൻ വരുന്നവനും ആദർശമുള്ള ഒരാളായിരിക്കണം. ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശും സ്വർണവും കൊണ്ട് അരി മേടിക്കാമെന്ന് കരുതുന്നവനെ എന്റെ പെങ്ങളെ ഞാൻ കൊടുക്കില്ല. പെങ്ങക്കുള്ള ചെക്കനെ ചന്ദ്രനേന്ന് കൊണ്ടുവരേണ്ടി വരും. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത്? ഭാമേ, നിനക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പോന്ന സ്വഭാവം ഉണ്ടല്ലോ, അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞല്ലോ തെറ്റ്. ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ വരുന്നവർ സ്ത്രീധനം ചോദിച്ചാൽ ഉടനെ ഞാനങ്ങ് സമ്മതിക്കുന്നതാണ് നീ കരുതുന്നത്? മോഹനേട്ടാ, ഇതൊക്കെ നാട്ടു നടപ്പല്ലേ. അതൊക്കെ മാറ്റാൻ ഞാൻ മോഹനേട്ടൻ വിചാരിച്ച നടക്കുവോ? നമ്മുടെ കാര്യത്തിലെങ്കിലും നടക്കണ്ടേ? ആ, നടന്നു തന്നെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലാത്ത കാശുണ്ടാക്കി നിറയെ സ്വർണം വാങ്ങിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നോക്കൂ ഭാമേ, പണ്ട് സ്വർണത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടായത് അത് കാണാൻ ഭംഗിയുള്ള ഒരു ലോഹമായതുകൊണ്ടാണ്. ഭംഗി മാത്രമല്ല, അത് എളുപ്പത്തിൽ നശിച്ചു പോകില്ല എന്ന ഗുണം കൂടി ആയപ്പോ പഴയ മനുഷ്യർ അത് വാങ്ങാൻ താല്പര്യം കാണിച്ചു. ഇപ്പൊ എന്തേ? സ്വർണത്തിന് ഭംഗിയില്ലേ? ഉണ്ട്. പക്ഷേ സ്വർണത്തിന്റെ 1001 വിലക്ക് അതിനേക്കാൾ ഭംഗിയുള്ള ആഭരണങ്ങൾ കിട്ടുമല്ലോ. ഇപ്പൊ ഭംഗിയിലാണ് കാര്യമെങ്കിൽ വിലക്കുറവുള്ള അത്തരം ആഭരണങ്ങൾ വാങ്ങിയാൽ പോരെ? കണ്ടാൽ സ്വർണ്ണമല്ലെന്ന് ആരും പറയുകയില്ല. മോഹനേട്ടൻ പറയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള് ഒറ്റ നോട്ടത്തിൽ പറയും സ്വർണ്ണവേദ ഇമിറ്റേഷൻ ഏതാന്ന്. മാനം പോകും മോനെ. കണ്ട, ഇതാണ് പെണ്ണുങ്ങളുടെ മനസ്സിരിപ്പ്. അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഭംഗിയല്ല, തന്റെ കഴുത്തിലോ കാതിലോ കയ്യിലോ കാലിലോ കിടക്കുന്നത് സ്വർണമാണ് എന്ന് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളതാണ്. എന്തിനാ? എനിക്ക് ഇത്രയും സ്വർണമുണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കണം അല്ലെ? ഞാൻ പറയുന്നത്. എന്താ എന്താ പ്രശ്നം? ഞാൻ പറയാം. ലക്ഷ്മി, പഴമ പറയുമ്പോ നിന്റെ ഏട്ടൻ 6 പഴഞ്ചനാണ്. പുരോഗമനം പറയുമ്പോ നമ്മളെക്കാട്ടിലും 500 കൊല്ലം മുൻപേ. മോഹനേട്ടാ, ഇക്കാലത്ത് ഇത് രണ്ടും നടക്കൂല. എന്താ മോഹനേട്ടാ? മോളെ, ഒരു പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവളുടെ സ്വഭാവമാണോ, വിദ്യാഭ്യാസമാണോ, അവൾ ധരിക്കുന്ന സ്വർണ്ണാഭരണമാണോ? സംശയം എന്താ? സ്വർണം തന്നെ. എന്റെ കൂട്ടുകാർ എപ്പോഴും ചോദിക്കും ലക്ഷ്മിക്ക് പുതിയ ഫാഷനുള്ള ഗോൾഡ് ഒന്നും ഇല്ലേന്ന്. ഇത് കണ്ടോ, ഭാമയെ കല്യാണം കഴിക്കുമ്പോ അവൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴുത്തിൽ ലിപ്പിച്ചത്. ഇത് പഴയ ഫാഷൻ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാനൊരു പെണ്ണല്ലേട്ടാ. പെണ്ണിന്റെ ഭംഗി അവളിടുന്ന സ്വർണത്തിലാണ്. മോളെ, ഒരാളുടെ വ്യക്തിത്വവും സ്വഭാവവും അറിവുമാണ് ഒരാളെ അയാളാക്കുന്നത്. തന്നെ പറ്റി ആത്മവിശ്വാസമില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ ഈ സ്വർണ്ണമൊക്കെ ഇടുന്നത്. എന്റെ ഈശ്വര, ഈ വിപ്ലവം ഇതുവരെ കഴിഞ്ഞില്ലേ? ലക്ഷ്മി, നിന്റെ ഏട്ടൻ പറയുന്നുണ്ടല്ലോ നിന്നെ കെട്ടാൻ വരുന്നവന് 10 പൈസ സ്ത്രീധനം കൊടുക്കൂലെന്ന്. അയ്യോ, അതെങ്ങനെ ശരിയാവും? മോളെ, നിന്റെ അക്കൗണ്ടിൽ നിനക്ക് ആവശ്യമുള്ള പൈസ ഇട്ടിട്ടുണ്ട്, അത് നിനക്കുള്ളതാ. ഏട്ടാ,
പിന്നെ നീ പഠിച്ച ആളായി ഒരു കളക്ടർ ആകുമ്പോ നിന്നെ കല്യാണം കഴിക്കാൻ യോഗ്യന്മാരായ ആൾക്കാർ ക്യൂ നിൽക്കും. ജില്ലാ കളക്ടറെ കല്യാണം കഴിക്കാൻ വരുന്നവർ സ്ത്രീധനം ചോദിക്കോ? ആ, ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നല്ല വിദ്യാഭ്യാസവും അന്തസ്സുള്ള ജോലിയുമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായി വരുന്നവർ സ്ത്രീധനം ചോദിക്കില്ല എന്ന്. മനസ്സിലായോ? ഇതൊന്നും പറഞ്ഞ് ഏട്ടൻ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. കളക്ടർ അല്ല, മുഖ്യമന്ത്രി ആയാലും എനിക്ക് ആവശ്യമുള്ള സ്വർണം എനിക്ക് വേണം. മാറി മാറി ഇടാനുള്ള ആഭരണം ഇല്ലെങ്കിൽ പിന്നെ ഈ കളക്ടർ മന്ത്രിയുമായിട്ട് എന്താ കാര്യം? മോളെ ചുച്ചു. തൃപ്തിയായോ? ഒരു ദിവസം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നടന്നില്ലല്ലേ? ദേ, കൂടുതൽ ന്യായം പറയാതെ ഇനി സ്വർണ്ണവില കൂടുതലും പിന്നെ കുറച്ച് സ്വർണം വാങ്ങി വെക്കാൻ വേണ്ടി നോക്ക്. പക്ഷേ ഭാമേ, ആഭരണം ഉണ്ടാക്കി വെക്കാന്നല്ലാതെ ഈ വസ്തു കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ലാത്തൊരു സാധനം വാങ്ങാൻ വേണ്ടി പണിയെടുത്ത് ആയുസ് തീർക്കാതെ വില കുറഞ്ഞ ഭംഗിയുള്ള ഏതെങ്കിലും ആഭരണം വാങ്ങി ധരിക്കുന്നല്ലേ ബുദ്ധി. സാർ അങ്ങനെ ചെയ്തു, പക്ഷേ പെങ്ങളെ വീട്ടിൽ തന്നെ നിൽക്കും. ഇതാ പെണ്ണുങ്ങൾ എന്നാവത്തി വല്ലതും വായിച്ചും പഠിച്ചും വല്ലതും വിവരം ഉണ്ടാക്കാൻ നോക്കാതെ കടം മേടിച്ചിട്ടായാലും കൈ നിറയെ സ്വർണം മതി. ഭാമേ, ഭാമേ, സത്യഭാമേ, ദാ വരുന്നു മോനേട്ടാ. നീ ഇതവിടെ എന്തെടുക്ക? ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എന്താ മോനേട്ടാ? ദേവി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്ത് അന്ന് ഞാൻ പോയി കണ്ടെന്ന് പറഞ്ഞൊരു വീടില്ലേ, ആ, അത് നമുക്ക് കിട്ടും. അത് വില കൂടുതലാണെന്നല്ലേ മോനേട്ടൻ പറഞ്ഞത്? അതെ, അവർ അന്ന് ചോദിച്ചത് 55 ലക്ഷം രൂപ. നമ്മുടെ കയ്യിൽ അത്രയും രൂപയില്ലായിരുന്നല്ലോ. ആ, പക്ഷേ അയാൾ ഇപ്പൊ അത്യാവശ്യക്കാരനാണ്. ഇപ്പൊ അത് 48 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നു. ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ അത് 45 ലക്ഷത്തിന് കിട്ടുമെന്നാണ് ഉത്തമൻ പറയുന്നത്. അത്ര വില കുറയോ? മനുഷ്യന് കാശിന്റെ ആവശ്യം വരുമ്പോ പിന്നെ കടുംപിടുത്തം കൊണ്ട് എന്താ കാര്യം? കച്ചവടം നടക്കുമെന്ന് ഉത്തമൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഒരാഴ്ചക്കകം കാശ് കൊടുക്കണം. പക്ഷേ മോഹനേട്ടന്റെ കയ്യിലുള്ളതും എന്റെ കയ്യിലുള്ളതും കൂടെ ചേർത്ത് 40 ലക്ഷമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി 5 ലക്ഷത്തിന് എന്ത് ചെയ്യും? അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഉത്തമൻ ഇപ്പൊ വരും. അതിനുമുമ്പ് നീ ഒന്ന് വേഗം റെഡി ആയിട്ട് വാ, നമുക്ക് പോയി ആ വീടൊന്ന് കാണാം. ഞാൻ റെഡിയൊക്കെ ആവാം, പക്ഷെ 5 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ തുകയല്ലല്ലോ. അതിനെന്ത് ചെയ്യുന്നു പറ. അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, നീ വേഗം റെഡി ആയിട്ട് വാ. മോഹനേട്ടാ, മോഹനേട്ടാ, വെറുതെ വഴിയുണ്ടെന്ന് പറഞ്ഞാ മതിയോ? എന്താ വഴിയെന്ന് പറ. ഭാമേ, ബാങ്കിലെ ലോക്കറിൽ നിന്റെ സ്വർണ്ണ ഇരിപ്പുണ്ടല്ലോ, നമുക്കത് വിറ്റ ആവശ്യത്തിൽ കൂടുതൽ കാശ് കിട്ടില്ലേ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അത് നടക്കില്ല. എന്താ അത് നടക്കില്ലെന്ന്? അതെന്താ നടക്കാത്തെ? ഈ സ്വർണ്ണം പറയുന്നത് ഭംഗി മാത്രമുള്ളൊരു ലോഹമല്ലേ? വെറുതെ ജാട കാണിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വാശി പിടിച്ചു വാങ്ങുന്ന ഒരു ലോഹം. അച്ചോ, അത് മാത്രമല്ല, ഭാര്യയുടെ വീട്ടുകാർ നൽകുന്ന സ്വർണം കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾ നടത്തുന്നത് ആദർശമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ? ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് എന്റെ അച്ഛൻ മനുഷ്യനൊരു ഉപകാരവും ഇല്ലാത്തൊരു ലോഹം വാങ്ങിച്ചു വെച്ചതാ. അച്ഛന്റെ വിവരക്കേട്. പക്ഷെ ലോകത്ത് വിവരമുള്ള ഒരേ ഒരു പുരുഷനായ മോഹനേട്ടൻ അത് ഉപയോഗിക്കുന്നത് ശരിയാണോ? അല്ല ഭാമേ, നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ. അപ്പോ സ്വർണം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടോ? ഗുണമുണ്ടോന്ന് ചോദിച്ചാ, ഇനിയിപ്പോ ലക്ഷ്മിയെ കെട്ടിച്ചുവിട്ട് നാളെ അവക്കൊരു വീട് വെക്കണമെന്ന് തോന്നുമ്പോ അവളെന്ത് ചെയ്യും? അവക്ക് അവളുടെ ഏട്ടൻ സ്വർണ്ണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അവസരം ചൂഷണം ചെയ്തത് നീ. ഇതിൽ എന്ത് ചൂഷണം? രാവിലെ മോഹനേട്ടൻ പറഞ്ഞത് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരി, അപ്പൊ ഈ മോഹനകൃഷ്ണനെ തോൽപ്പിക്കാനുള്ള പരിപാടിയല്ലേ? ശരി, എനിക്ക് നിന്റെ സ്വർണം വേണ്ട. ആ 5 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം. കൈക്കൂലി വാങ്ങാൻ പോവാ? ആണോ? കൈക്കൂലി വാങ്ങില്ല. ലോൺ എടുക്കാൻ പറ്റില്ല, നമ്മുടെ ആദർശത്തിനത് പറ്റില്ലല്ലോ. അല്ല, ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനം സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യൂന്ന് പറ. എങ്കിൽ ഞാൻ ആ വീട് വാങ്ങുന്നില്ല. അപ്പോഴോ?
പക്ഷെ വീട് ഇഷ്ടപ്പെട്ടു പോയില്ല മോനേട്ടാ. ഇനിയിപ്പോ അത് വാങ്ങാൻ പറ്റില്ല, സങ്കടാവില്ലേ? ഞാനത് സഹിച്ചു തീർന്നല്ലോ. അയ്യോ ആഹാ. ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? മോഹനേട്ടാ, മോനേട്ടാ പിണങ്ങിയോ? ഇല്ല. ഞാൻ വെറുതെ മോഹനേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ലോക്കറിലിരിക്കുന്ന സ്വർണം പണയം വെക്കുകയോ വിൽക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വീട് വാങ്ങണ്ടേ? രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ ചാടിക്കടിക്കാൻ വന്നു. അതുകൊണ്ടല്ലേ ഒരവസരം കിട്ടിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വർണ്ണ ഭംഗിക്ക് മാത്രമുള്ള ഒരു ലോഹമാണെന്ന് എനിക്കും അറിയാം. പക്ഷെ ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വെച്ചാണ് ലക്ഷ്മിക്ക് സ്വർണം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞേ. അല്ല, അതിലിപ്പോ തെറ്റ് നീ പറഞ്ഞ ശരിയല്ലേ? അപ്പോ നമുക്കിപ്പോ പോയിട്ട് വീട് കാണാം. എന്നിട്ട് നാളെ തന്നെ സ്വർണം വിറ്റ് കാശുണ്ടാക്കി ശിവരാമന്റെ വീട് വാങ്ങാം. ദേ, വീട് മോഹനേട്ടന് മാത്രമാണോ? എനിക്കൂടെ വേണ്ടിയല്ലേ? ഉത്തമൻ ഇത്ര പെട്ടെന്ന് വന്നു. ഷടാ, ഉത്തമൻ ഇത്ര പെട്ടെന്ന് നീ വന്നു. അരമണിക്കൂർ ഞാൻ പറഞ്ഞതല്ലേ, ഇതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഒരു സമയം പറഞ്ഞാൽ അത് പാലിക്കണം. സാധാരണ താമസിച്ച് വന്നാലേ സാർ. താമസിച്ചാലും അയ്യോ, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേ എന്തിനിങ്ങനെ വഴക്ക്? ദേ, 3 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയിട്ട് വരാം. വക്കീലേ, ഇനിയിപ്പോ റെഡിയാവേണ്ട കാര്യമൊന്നും ഇല്ല. അതെന്താ? ആ വീട് പോയി സാറേ. പോയോ? ആ, വീടോടെ പോവാൻ? അല്ല, അങ്ങനല്ല സാറേ. നമ്മള് തമ്മിൽ കാര്യം സംസാരിച്ച നേരെ കൊണ്ടേ വേറെ ഏവനോ അഡ്വാൻസ് കൊടുത്തു. നാളെ ഫുൾ സെറ്റിൽമെന്റ് ആണെന്ന്. അതെന്ത് മര്യാദയാടാ? ഉത്തമൻ എന്നോട് വാക്ക് പറഞ്ഞല്ലേ? അല്ല, അത് ശരിയാണ്. പക്ഷെ വീട് എന്റേതല്ലല്ലോ. അതിന്റെ ഉടമസ്ഥൻ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്തോ ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയണ്ട. അല്ല സാറേ, അത് ഞാൻ പറയട്ടെ. ഭയങ്കര എന്തിനിങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ആ വീട് പോട്ടെ. എന്നാലും ഭാമേ, എന്നാലും ഇല്ല. ഉത്തം പൊക്കോ, നമുക്ക് വേറെ വീട് നോക്കാം. ആ പൊക്കോ. അപ്പൊ ശരി, കാണാം. ഒരു ശരിയില്ല. എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ തന്നെ ആവുന്നു. ഒക്കെ നിന്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചത്. എന്റെ അഹങ്കാരം കൊണ്ടോ? അതെങ്ങനെ? നീ നിന്റെ സ്വർണം തരില്ലെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടെന്താ? അതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് മാത്രമാണല്ലോ. ആണോ? അതുകൊണ്ട് അല്ലല്ലേ? അതുകൊണ്ടല്ല. മൈ മിസ്റ്റേക്ക്. അപ്പൊ വീട്? ആ വീട് പോട്ടെ മോഹനേട്ടാ. നമുക്ക് ആ വീട് പറഞ്ഞിട്ടില്ല. നമുക്കുള്ള വീട് എവിടെയോ ഉണ്ട്. സമയമാവുമ്പോ നമുക്കത് കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നല്ലാതെ. വീടില്ലാന്നോർത്ത് നമ്മളിപ്പോ റോഡിലാണോ കിടക്കുന്നത്? പിന്നല്ലാതെ. പക്ഷേ എന്നാലും ആ പറഞ്ഞ സമയത്ത് നീ ആ മാല പണയം വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ